നമ്മൾ ഈ 1-ാം പടി, 2-ാം പടി, 3-ാം പടി, 4-ാം പടി എന്നും പറഞ്ഞ് കുറച്ചു കാലമായി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ 10-ാം പടി എന്ന് പറയുമ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു അഗ്നിപരീക്ഷയാണ്. അതായത് ജീവിതത്തെ നേരിടുന്നതിലുള്ള ഒരു അഗ്നിപരീക്ഷ. എങ്ങനെ ജീവിതത്തെ നേരിടണം? വളരെ സിമ്പിളാണ്. സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, രാഷ്ട്രത്തിന്റെ നിലപാടെന്താണ്, ലോകത്തിന്റെ ഗതി എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. കാരണം അത് സൃഷ്ടിച്ചവൻ അറിയാതെ എങ്ങനെയാ ഉണ്ടാവേണ്ടതെന്ന്. എൻ്റെ അയലോകക്കാരൻ്റെ സ്വഭാവം മോശമാണ്, എൻ്റെ വീടിന്റെ മുമ്പിൽ താമസിക്കുന്നതിനിടയ്ക്ക് തെറി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല. അവരെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്, അവരെ കാത്തു പരിപാലിക്കുന്നതും ദൈവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് 10-ാമത്തെ പടിയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ. അപ്പൊ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലവനായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി ജീവിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ സാധിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ സാധിക്കും, ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ യഥാർത്ഥ പ്രശ്നം അവിടെയല്ല. യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ എന്ത് ചെയ്യൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനോടുള്ള എൻ്റെ സമീപനം എന്താണെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ നമ്മളെല്ലാം ഭാവനയിൽ കാണുകയാണ് ചെയ്യുന്നത്. അവൻ എന്നെ മോശമാണ് പറയുന്നത്, അവൻ മറ്റവനോട് നുണ പറഞ്ഞു കൊടുത്തു. പിന്നെ ഭാര്യയാണെങ്കിൽ വേറെ ആരാണ്ടോട് വർത്താനം പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ച് പോകാനാണോ സംശയമുണ്ട്. എല്ലാം നെഗറ്റീവായിട്ടാണ് കണ്ടത്. എല്ലാം എനിക്കെതിരെ ഞാൻ തന്നെ ഒരു കോട്ട പണിത് ഉയർത്തുകയാണ്. അപ്പൊ ഏലം ഒന്ന് കൂടി നിർത്തി കുറെ ആത്മീയ തത്വങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങി, ആ ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയൊക്കെ ആയ നിലയ്ക്ക് ഞാൻ എൻ്റെ പഴയകാല ജീവിതം എങ്ങനെയാ ജീവിച്ചതെന്നൊന്ന് വിലയിരുത്തി നോക്കേണ്ട കാര്യമുണ്ട്. കാരണം അത് ശരിയായിരുന്നെന്ന് അറിയണല്ലോ. അപ്പൊ അത് ശരിയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ അതിലൊത്തിരി പാകപ്പിഴകൾ വന്നു, ഒത്തിരി തിരുത്തലുകൾ ആവശ്യമുണ്ട്, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പോയിട്ടുണ്ട്, ഒത്തിരി അനർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം ചെയ്തു എന്ന് നമ്മളൊക്കെ കരുതുന്നു. കുറെയൊക്കെ അതിപ്പോ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ AI ഒരുവിധം നന്നായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സോവറായി നിൽക്കുന്ന ആളുകളും നന്നായിട്ട് സർവീസ് നടത്തുന്ന ആളുകളും അങ്ങനെയൊക്കെ ഉള്ളവരെ കുറിച്ചിട്ടൊക്കെ കുറെ ആൾക്കാരെയൊക്കെ പരിചയമുണ്ട്. അവരെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചർച്ചയിൽ വരാറുണ്ട്, സംസാരത്തിൽ പരസ്പരം. ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറയുന്ന കേൾക്കുമ്പോൾ ചെവി വട്ടം പിടിക്കും. കാരണം അതിന് വേറെ കാരണമൊന്നുമില്ല, അയാളെക്കാരും നല്ല ഒരാളാ ഞാന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് സത്യത്തിൽ. അതുപോലെ മറ്റുള്ളവരെ മോശമാക്കി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളതിന് മൂളിക്കൊടുക്കുക, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. ശരിയാണ്, അവൻ ഈ പറഞ്ഞ പോലെയാണ്, അവൻ ശരിയല്ല, അവന്റെ സ്വഭാവം നല്ലതല്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോവുകയാണ്. എന്നെ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അവരെയൊക്കെ പിന്നെ വേറെ ഏതെങ്കിലും ജീവിതം ഉണ്ടാക്കിയതാണ്. അപ്പം
എല്ലാ ജീവജാലങ്ങളെയും ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഒരു ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ഒന്നിനെയും തള്ളി പറയാനോ ഒന്നിനെയും നിഷേധിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ഒരു എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും. സെറനിറ്റി പ്രയറിന്റെ അടുത്ത ചില ലൈനുകളിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അധർമ്മങ്ങൾ നിറഞ്ഞ ഈ ലോകത്തെ അവൻ സൃഷ്ടിച്ചതുപോലെ സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തെ അവൻ എങ്ങനെയാണോ ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്, എന്തെല്ലാം സ്വഭാവങ്ങളാണോ ആർക്കൊക്കെ നൽകിയിരിക്കുന്നത്, അത് അതുപോലെ സ്വീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനെ മാറ്റാനല്ല. മാറ്റിമറിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നെ വടി പിടിച്ച് തിരിച്ചടിച്ചു പോകുന്നതാണല്ലോ നമ്മളെ. ലോകത്തെ മൊത്തം മാറ്റിമറിക്കാനായിരുന്നല്ലോ ഒരു കാലത്ത് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അത് പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പം ചുരുക്കത്തില് എല്ലാമായും സമരസപ്പെട്ടു പോകുന്ന ഒരു മനോഭാവം. ചില ആൾക്ക് ഭ്രാന്താണ്, ചില ആളുകൾ ദുഷ്ടന്മാരാണ്, ചില ആളുകൾ പൊട്ടന്മാരാണ്, മന്ദബുദ്ധികളാണ്, ചില ആളുകൾ ക്രൂരന്മാരാണ്, ചില ആളുകൾ വഞ്ചിക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ്, അത് ശരിയാണ്. അങ്ങനെയാണ് ലോകത്തിന്റെ ഗതി. അതാണ് ലോകം, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനകത്തിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ നമുക്കങ്ങനെ തോന്നുന്നതാണ്. ചില ആൾക്ക് ബുദ്ധിയില്ലെന്ന്, ചിലർ ക്രൂരന്മാരാണ്, വഞ്ചിക്കുന്നവരാണ്. നമ്മൾ തന്നെ പുണ്യാളന്മാരാണ്. ആരെയൊക്കെ വഞ്ചിച്ചിരിക്കുന്നു, ആരെയൊക്കെ പറ്റിച്ചിരിക്കുന്നു, ആരെയൊക്കെ ദ്രോഹിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ നന്നായാൽ, അവരെല്ലാം ശരിയായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നന്നായി എന്ന് ആണ് നമ്മൾ കരുതി വെച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ കരുതിയത്, അതാണ് നമ്മൾ പ്രതീക്ഷിച്ചതും. ഇപ്പോൾ നമ്മൾ ആ പ്രതീക്ഷ വേണ്ടത്, അതായത് ആ പ്രതീക്ഷ ഉപേക്ഷിച്ചു. നമുക്ക് ചുറ്റും കാണുന്നതൊന്നും ഒരു മാറ്റവും അതിന് സംഭവിക്കുകയില്ല. കാരണം അത് ദൈവം തന്നെയാണ് അങ്ങനെ തന്നെ ശരിയാക്കി നിർത്തിവെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, ലോകത്ത് കാണുന്ന എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം. നമ്മളത് കാരണം ഇനി ആ സാധനം വേണ്ട, കാണ്ടാമൃഗം വേണ്ട, കാട്ടുപോത്ത് വേണ്ട, ഇതൊന്നും വേണ്ട. പിന്നെ എന്തിനാണ് ദൈവം ഈ ക്ഷുദ്രജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ തൊരപ്പനേലിയൊക്കെയുടെ പ്രയോജനം ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഇതൊന്നും അന്വേഷിക്കാനല്ല പോകേണ്ടത്. ഓരോ ദിവസവും ഒരു ദൈനംദിന അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവൃത്തികളെ അതാത് ദിവസം വിലയിരുത്തുകയും എവിടെയാണ് നമുക്ക് പറ്റുന്നത്, ആരെയാണ് നമ്മൾ തള്ളിപ്പറയുന്നത്, ആരോടാണ് നമുക്ക് വിരോധം, ആരോടാണ് നമുക്ക് അസൂയ, ഇതൊക്കെ ഓരോ ദിവസവും കണ്ടെത്തുകയും അത് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് 10-ാം പടി നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു കടമ്പയാണ് 10-ാം പടി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഒരു ചോദ്യം ചോദിച്ചത്, അതായത് സത്യത്തിൽ എന്നെ വഞ്ചിച്ചവനോട് ഒന്ന് ദേഷ്യപ്പെടാൻ പോലും എനിക്ക് അർഹതയില്ല എന്ന് ദയനീയമായി ചോദിക്കുന്ന ഒരു രംഗവും ഒരു ഉദാഹരണം ബിൽഡബ്ല്യു 10-ാം പടിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കെന്തോ തകരാറുണ്ടെന്നാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് തകരാറുണ്ടെന്നല്ല. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷത്തിന് നമ്മൾ വിധേയരാണെങ്കിൽ അതിന്റെ അർത്ഥം നാം സൃഷ്ടാവിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു കാരണവശാലും ഒരു സംഘർഷം അയാൾക്കുണ്ടാകാൻ പാടില്ല. അയാളെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിരിക്കും, അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കും, അയാളെ കുറിച്ച് ഏഷണി പറയും, അയാളുടെ അസൂയ ഉണ്ടാവും, അയാൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും അയാളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നവയല്ല, ആകാൻ പാടില്ല. അതാണ് 10-ാം പടി പറയുന്നത്.
അപ്പൊ ഇത് നല്ല കാലാവസ്ഥയിലും നല്ല വെളിച്ചത്തിലും വെട്ടത്തിലും ജീവിക്കാനല്ല, ഏതൊരു ഇരുട്ടിലും ദുരിതത്തിലും ദുഃഖത്തിലും ജീവിതം നയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നല്ല കാലത്ത് ജീവിക്കാനല്ല. നല്ല കാലം ഉണ്ടാവും, കഷ്ടകാലം ഉണ്ടാവും, എല്ലാ കാലവും ഉണ്ടാവും. ഇതിലെല്ലാം തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും യാതനകൾ പുരോഗതിയിലേക്കുള്ള, സമാധാനത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നാണ് പറയുന്നത്. അത് വെറുതെ പറയുന്നൊന്നുമല്ല. ഈ യാതനകൾ, നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു സമാധാനത്തിന്റെ സൂചനയാണത്. ഒരു സന്തോഷത്തിന്റെ, ദുഃഖങ്ങൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ പുറകെ വരുന്ന, തൊട്ടു പിന്നിൽ വരുന്ന, പ്രത്യക്ഷപ്പെടുന്ന ഒരു തരം ധൂമകേതു പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ. അത് നമുക്കത് അറിയാം, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ജീവിതത്തിൽ അത് അനുഭവം ഉണ്ട് എനിക്ക്. ഞാനൊരു മദ്യാസക്തനായിരുന്നു, ജനിച്ചു, ഒരു മദ്യാസക്തനായി, കുടിച്ചു. എനിക്ക് കുട്ടികളില്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു കാലത്ത്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ഞാൻ സുബോധത്തിലെത്തിയപ്പോഴാണ് ഒരു അത്ഭുതം ഞാൻ മനസ്സിലാക്കിയത്. കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കുടി നിർത്തുമായിരുന്നില്ല. കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും യിൽ എത്തുമായിരുന്നില്ല. ഞാൻ എപ്പോഴേ മരിച്ചു പോയി, എപ്പോഴേ മണ്ണിനടിയിൽ പോയേനെ. അപ്പൊ നമുക്ക് തരുന്ന ചില ദുരിതങ്ങള്, ചില കഷ്ടപ്പാടുകൾ, ചില ദുഃഖങ്ങള്, ഒരുപക്ഷെ ഈ മദ്യപാന ആസക്തി തന്നെ, അത് തന്നെ ഒരനുഗ്രഹമായിട്ടാണ് ഇപ്പൊ എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഞാൻ എൻ്റെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിതം മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നും, ജീവിതത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ കണ്ടെത്താൻ സാധിക്കുമായിരുന്നെന്നും, ഇത്തരത്തിൽ ഇപ്പൊ കാണുന്നത് പോലുള്ള ആളുകളെ കാണുവാനോ പരിചയപ്പെടുവാനോ, ഇപ്പൊ നല്ലവരായ ഒട്ടനവധി അംഗങ്ങള്, ഉദാത്തമായ ചിന്തകളും നല്ല സന്മനസ്സുമുള്ള എത്രയോ ആളുകളെ ഞാൻ ഈ യാത്രക്കിടയിൽ കണ്ടു. ഇതൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഹ്രസ്വകാല ജീവിതത്തില് ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാതെ സന്തോഷത്തിലും സമാധാനത്തിലും ഇത് ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഇന്ന് വെയിലായിരിക്കും, ചിലപ്പോൾ നാളെ മഴയായിരിക്കും. ചിലപ്പം അയലോക്കംകാരൻ നല്ല സ്വഭാവമായിരിക്കും, ചിലപ്പോൾ അവന് ഭ്രാന്തായിരിക്കും. വീട്ടിലുള്ളവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് എന്നോട് നന്നായി പെരുമാറിയെന്നിരിക്കും, നാളെ എന്നോട് മോശമായി പെരുമാറിയെന്നിരിക്കും. മക്കൾ ഒരുപക്ഷെ അനുസരിച്ചിരുന്നിരിക്കും, ചിലപ്പോൾ അനുസരിച്ചില്ല എന്നിരിക്കും. ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു അവസ്ഥയിലും നമ്മൾ അതിനെ സത്യസന്ധമായും സമാധാനത്തോടെയും നേരിടുക എന്നുള്ളതാണ് പ്രശ്നം. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ആലോചിക്കാനൊക്കെ ഉള്ളൊരു സാവകാശം. നമുക്ക് ദേഷ്യമൊക്കെ വരും, നമുക്ക് അസൂയയും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകാം. പക്ഷെ അവയൊക്കെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാവകാശം നമ്മൾ എടുക്കണം. കാരണം ഇത് ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും പ്രവർത്തികൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ തോതിലെങ്കിലും ഒന്ന് വിലയിരുത്താനും കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. എന്താണെങ്കിലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. താങ്ക് യു മാഷേ, താങ്ക് യു. വളരെ വ്യക്തതയോടെ പത്താമ്പടിയെ കുറിച്ച് അർത്ഥം നോക്കി സംസാരിച്ച മാഷ് നന്ദി പറയുന്നു. താങ്ക് യു മാഷേ. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ രത്നകുമാർ എന്ന മണിയേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മണിയേട്ട. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹം കൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായം കൊണ്ടൊന്നും കുടിച്ചിട്ടില്ല. എന്റെ പേര് മണി. ഇന്ന് കുടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സന്തോഷവാനാണ്. ഞാൻ മീറ്റിങ്ങിൽ കയറാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായി. പിന്നെ ഞാൻ സഫലിനെ വിളിച്ചു. അയാള് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചു എന്തൊക്കെയോ ചെയ്തിട്ടാ കയറാൻ പറ്റി. അപ്പൊ പലർക്കും ആ ഒരു മീറ്റിങ്ങിൽ കയറാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാവും മീറ്റിങ്ങില് ആള് കുറയാൻ ഇടയായത്.
അപ്പോ എന്തായാലും എനിക്ക് കുറച്ച് വൈകിട്ട് ആണെങ്കിലും കയറാൻ പറ്റി. സത്യത്തിൽ ഒരു ചെറിയ കാര്യമാണെങ്കിലും ആ ഒരു ചെറിയ സമയം കൊണ്ട് അനുഭവിക്കുന്ന ഒരു പരവശമുണ്ട്. സമയായി മീറ്റിംഗ് ഞാൻ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് മറ്റേ നമ്മളെ സെൻട്രൽ ഏരിയയുടെ ആ മീറ്റിംഗ് ഇറങ്ങിയതാ. ഇതില് വേഗം നേരത്തിന് കയറാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട്. അപ്പൊ ഒരു പ്രത്യേകിച്ച് അത് ഇന്ത്യ ഒരു പ്രകൃതം അതാണ്. വിചാരിച്ച പോലെ അല്ലെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ സുഖകരമായിട്ട് നടക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതിന് എന്തെങ്കിലുമൊക്കെ വിഘ്നം വരുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ അസ്വസ്ഥനും ആവും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വളരെ ഇതായി. മീറ്റിങ്ങിൽ കയറി ഷെയറിങ്ങുകളൊക്കെ കേട്ടു. പിന്നെ 10-ാം പടിയാണല്ലോ. പലപ്പോഴും എന്റെ സുബോധ ജീവിതത്തില് ഏറ്റവും കൂടുതൽ എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കുടി തന്നെയായിരുന്നു. പക്ഷെ അതൊരു ഒക്കെ കഴിഞ്ഞു. അയാള് റിക്കവറിയിലൊക്കെ വന്നു. ഇപ്പോ നല്ല നിലയിലൊക്കെ പോണു. ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്. അയാളും ഹാപ്പിയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്വയം വിലയിരുത്തല് നടത്തി നോക്കുമ്പോ പല കാര്യത്തിലും അയാള് എന്നെക്കാളും വളരെ മെച്ചായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പിന്നീടുള്ള ഒരു സംഭവമാണ്. ഞാൻ ചെയ്ത അത്ര വൃത്തികേടോ അല്ലെങ്കിൽ എന്റെ അത്ര തരം താഴെ അയാൾ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് അത് പിന്നീടുണ്ടായ ഒരു പുനർചിന്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിലയിരുത്തി നോക്കുന്നത്. അതേപോലെ പലപ്പോഴും പലരോടും ഉണ്ടായിരുന്ന ആ ഒരു വിദ്വേഷത്തിന്റെയൊക്കെ യഥാർത്ഥ കാരണക്കാരൻ സത്യത്തില് ഞാൻ തന്നെയായിരുന്നു. സത്യത്തില് ഈ കേസുകളിലെല്ലാം ഒന്നാം പ്രതിയും അല്ലെങ്കിൽ മുഖ്യ പ്രതി ഞാൻ തന്നെയാണ്. പിന്നെ ഈ ജീവജാലങ്ങളോട് മനുഷ്യനോട് കുടുംബാംഗങ്ങളോട് ഒക്കെ ആ കരുണ എന്നോട് തന്നെ കാഠിന്യമുള്ളവനും മറ്റുള്ളവരോട് കരുണയുള്ളവനുമായിരിക്കുക. സത്യത്തിൽ അതൊക്കെ നേരെ മറിച്ചായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരാളെ ഒരു നിലക്ക് ഉപദ്രവിക്കാൻ പറ്റില്ലെങ്കിൽ അയാളെ ഒന്ന് പറഞ്ഞ് ചാറടിക്കെങ്കിലും ചെയ്യും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് അത് നേരത്തെ ജോസഫ് മാഷ് പറഞ്ഞ മാതിരി ഉള്ളവരെ ഒക്കെ തന്നെ പറ്റിയിട്ട് ഒരുപാട് പേരെ കുറിച്ച് ഒരുപാട് ഞാൻ ഈ ഒരു കഥകളൊക്കെ പ്രചരിപ്പിക്കുക. അതൊക്കെ എനിക്കൊരു രസമായിട്ടൊക്കെ തോന്നി. അതൊക്കെ ഈ ഒരു അടുത്ത കാലത്തൊക്കെ സത്യത്തില് കുറച്ചും കൂടിയൊക്കെ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റിയിട്ടും കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിലൊക്കെ മാറ്റം വന്നത്. അതേപോലെ തന്നെ നേരത്തെ ഈ തമ്പി സാർ പറഞ്ഞ ആ പൂച്ച വന്ന ഇതേമാതിരി തന്നെയാണ്. എന്റെ വീട്ടിൽ നിറയെ ഈ പൂച്ചകൾ വണ്ടിയിലൊക്കെ ഓരോരുത്തർ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഹോട്ടലിന്റെ പുറകിൽ ഇട്ടിട്ടും ഒക്കെ വീട്ടിൽ വരുമ്പോ പൂച്ചക്കിനെ ശരിക്ക് എറിഞ്ഞാലും അടിച്ചാലും ഒന്നും പൂച്ചക്ക് കൊള്ളില്ല, വേദനയാവില്ല. പൂച്ചക്ക് ഈ തളച്ച വെള്ളം ഒഴിക്കേ മാർഗമുള്ളൂ.
അപ്പൊ അന്നൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ഇത് വെള്ളം മേലെ ഒഴിക്കും ഞാൻ. ഇപ്പൊ സത്യത്തില് പൂച്ച, എന്റെ അടുത്ത വീട്ടിലെ പൂച്ചയുണ്ട്, ഇവിടെ എല്ലാ വീട്ടിലും പൂച്ചയുണ്ട്. പൂച്ച അകത്തും മേലെയും ഒക്കെ കേറും. അപ്പൊ അത് ഇപ്പൊ അതൊക്കെ പൂച്ചയും ഞാനും ഒക്കെ ഒരു 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 സന്തോഷത്തിലാണ്. അതേമാതിരി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അയൽവക്കക്കാരോടൊക്കെ എന്തെങ്കിലും അതിര് കേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ പുതിയ അയൽവക്കക്കാരൊക്കെയാണ്, എന്റെ വീട് അവിടെ തന്നെയാണ്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരിലൊക്കെ മാറ്റം വന്നപ്പോ പുതിയ ആളുകളൊക്കെ വന്നു, അവരൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തില് സ്നേഹത്തിലും ഒക്കെ പെരുമാറാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബാംഗങ്ങളോടും ഒക്കെ, കുട്ടികളോടായാലും ആരോടായാലും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നേരത്തെ ഈ കുട്ടികൾ ഫാന് ഇട്ടിട്ട് ഓഫാക്കാതെ പോയാല്, ലൈറ്റ് ഓഫാക്കാതെ പോയാല്, അതിനൊക്കെ ഞാനിങ്ങനെ ഒരു നിരന്തരം വീട്ടില് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്നൊക്കെ ഇന്ന് വളരെയധികം മാറ്റങ്ങളൊക്കെ വന്നു. അത് തീർച്ചയായിട്ടും അതില് ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ആ ഒരു 10ാം പടി ഇനിയും അത് എന്റെ ജീവിതത്തില് സംഭവിച്ച ആ ഒരു വൈകല്യങ്ങൾക്കൊക്കെ തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാനും മറ്റുള്ളവരോടൊക്കെ ഇനിയുള്ള കാലം അത് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമായിട്ട് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹമുള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ മോഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം. നമ്മളെ ഈ ഒരു കൂട്ടായ്മയില് ഉള്ള ആ സുഹൃത്തുക്കളൊക്കെ സത്യത്തില് ചിലര് അത് കൊഴിഞ്ഞു പോകുമ്പോ ഒരു വല്ലാത്തൊരു വേദന സത്യത്തിൽ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ചില സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു പരാജയം സംഭവിക്കുമ്പോ സത്യത്തിൽ ഒരു വലിയ വേദന തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു റിക്കവറി, ഒരു സുബോധം ആസ്വദിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണിയേട്ടാ. ഏതായാലും അടുത്തായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റിയ ഡാൻ സോളമൻ ഡാനിയൽ, പ്ലീസ്. ഡാനെ സംസാരിക്കാവോ? ഡാനെ കേൾക്കുന്നുണ്ടോ? ശരി, നമുക്ക് രതീഷ് ടോണിലേക്ക് പോവാം. രതീഷ്. ഹലോ, സഹോദരൻ മധ്യാസക്തനാണ്. ദൈവകൃപയാലും എന്ന മാതാവിന്റെ ലക്ഷ്മിന്റെ സഹായത്താലും ഇന്ന ദിവസം കുടിച്ചിട്ടില്ല. എന്റെ പേര് രതീഷ്. ഹായ് രതീഷ്. ഹായ്. ശരിക്കും പറഞ്ഞാല് ഒത്തിരി പേര് ഇങ്ങനെ എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം, ചിലര് സൈൻ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. അപ്പൊ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മെയിൽ ID അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് എന്തോ ഒരു ഇത് എന്തായാലും അത് സോർട്ട് ഔട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. എന്തായാലും ഞാൻ ഒരു മദ്യാസക്തനാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പോടുകൂടി എന്നെ പറയാനായിട്ട് അതിൻ്റെ അകത്തൊരു ശങ്കയില്ലാതെ, കാരണം നേരത്തെ ആദ്യ സമയങ്ങളിൽ, അതായത് ഞാൻ കുറെ പ്രാവശ്യം ഇതിനു മുമ്പ് കുടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുടി നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഞാൻ അതൊക്കെ കുടി നിർത്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് കുടി നിർത്തിക്കൊണ്ടിരുന്നത് ഞാൻ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കിതൊരു പ്രശ്നമല്ല എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നീട് മദ്യാസക്തനാണെന്ന് എന്നെ നെഞ്ചുറപ്പോടു കൂടി പറയാൻ പഠിപ്പിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷമാണ് ഞാനൊരു മദ്യാസക്തനാണ്, അതൊരു രോഗമാണ് എന്ന് വ്യക്തമായിട്ടും പറയാനായിട്ട് എനിക്ക്